മുണ്ടക്കൈ ദുരന്തത്തിൽ കാണാതായവർക്കുള്ള തിരച്ചിലിന്റെ ആദ്യഘട്ടം പൂർത്തിയായി. ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈയിലും ചൂരൽമലയിലും ചാലിയാറിലും 18 ദിവസം നീണ്ട തിരച്ചിലാണ് അവസാനിപ്പിച്ചത്. ഇന്നലെ നടന്ന തിരച്ചിലിൽ മൃതദേഹാവശിഷ്ടങ്ങളോ കണ്ടെടുക്കാനായില്ല. ഭൗമശാസ്ത്രജ്ഞൻ ജോൺ മത്തായിയുടെ നേതൃത്വത്തിൽ വിദഗ്ധ സംഘത്തിന്റെ പഠനവും പൂർത്തിയായി. വയനാട് മുണ്ടക്കൈയിൽ ഉരുൾപൊട്ടിയത് ഒരു തവണ മാത്രമെന്ന വിദഗ്ധ സംഘത്തിന്റെ നിഗമനം. ജോസിൽ സെബാസ്റ്റ്യൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജോസില, ഈ ആദ്യഘട്ടം ഇന്നലെ പൂർത്തിയായി. ഇനി രണ്ടാം ഘട്ടത്തിന്റെ തീരുമാനം ഇന്നത്തെ മന്ത്രിസഭാ ഉപസമിതിയിൽ ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. നിലവിലെ സാഹചര്യം? ആര്യ, ആദ്യഘട്ടം പൂർത്തിയാക്കി. ഇപ്പോഴും തിരച്ചിൽ തുടരുന്നുണ്ട്. അത് പ്രധാനമായിട്ടും ഈ സംസ്ഥാന സേനകളുടെ നേതൃത്വത്തിലാണ്. ഒന്ന് നമ്മുടെ ഫയർഫോഴ്സ്, അതുപോലെ തന്നെ അതിൻ്റെ കീഴിലുള്ള സിവിൽ ഡിഫൻസ്, അതുപോലെ കേരള പോലീസ് അടക്കമുള്ള സേനാ വിഭാഗങ്ങൾ ഇവിടെ എത്തി തിരച്ചിൽ തുടരുന്നുണ്ട്. മറ്റ് ജനകീയ തിരച്ചിൽ അടിസ്ഥാനത്തിലുള്ള മറ്റ് ചില സന്നദ്ധ സംഘടനകൾ ചിലർ ഇതിനോട് സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും കൂടുതൽ ജനങ്ങളെ ഉൾപ്പെടുത്തിയുള്ളൊരു തെരച്ചിൽ ആദ്യഘട്ടത്തിൽ നിന്ന് ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. അതുപോലെ തന്നെ ജനങ്ങൾക്ക് ഏതെങ്കിലും ഭാഗത്ത് പ്രത്യേക രീതിയിൽ തെരച്ചിൽ ആവശ്യമുണ്ടെങ്കിൽ ആ പ്രദേശം കേന്ദ്രീകരിച്ച് സർക്കാരിൻ്റെ സംവിധാനത്തോടുകൂടി, അതായത് ഫയർഫോഴ്സിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് സേനകളുടെയോ സഹായത്തോടു കൂടി ആ പ്രദേശത്ത് തെരച്ചിൽ നടത്തുകയും ചെയ്യും. ഏതായാലും ജനകീയ തെരച്ചിൽ, അതായത് ആൾക്കൂട്ടത്തെ കൂട്ടിയുള്ള ഒരു തെരച്ചിൽ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. പക്ഷേ നമുക്കറിയാം, ഈ നാട്ടുകാർക്ക് ഈ പ്രദേശത്തേക്ക് വന്ന് ഒരു കാലഘട്ടത്തിൽ വളരെ സമാധാനത്തോടുകൂടി അവർ സന്തോഷത്തോടുകൂടി ജീവിച്ചിരുന്ന ഒരു നാടാണ്. 100 കണക്കിന് കുടുംബങ്ങൾ ഇവിടെ 5 സെൻറ്റിലും 10 സെൻറ്റിലുമായി മതിലുകളില്ലാതെ കഴിഞ്ഞിരുന്ന ഒരു സ്നേഹത്തിൻ്റെ നാടായിരുന്നു. ആ നാട്ടിലേക്ക് 100 കണക്കിന് ആളുകളാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ശരീരഭാഗങ്ങൾ മാത്രം കിട്ടിയ ആളുകൾ, ഇനിയും കിട്ടാനുള്ള 100 കണക്കിന് ആളുകളെല്ലാം ഉണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യമുള്ളത് കൊണ്ട് തന്നെ ഈ ഭൂമിയിലേക്ക് വന്ന് ഇത്തരം കാഴ്ചകൾ, ഈ ശ്മശാന ഭൂമിയായി കിടക്കുന്ന തങ്ങളുടെ പ്രിയപ്പെട്ട നാടിനെ കാണാനുള്ള ഒരു ആഗ്രഹം ഇപ്പോഴും ഈ നാട്ടുകാർക്കില്ല. അതുകൊണ്ട് തന്നെ സർക്കാർ പറയുന്നത് പോലെ തന്നെ ഇത് ഇനി അതിജീവനത്തിൻ്റെ കാലമാണ്. ആ അതിജീവനത്തിൻ്റെ കാലഘട്ടത്തിൽ അതിന് മുൻകൈ എടുക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. അതിനെല്ലാ സഹായവും ജനങ്ങൾക്ക് ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രാവിലെ ഞാൻ ലൈവിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ദുരന്തമുണ്ടായാൽ അതിജീവിക്കേണ്ടത് മനുഷ്യൻ മാത്രമല്ല, അവൻ്റെ സഹജീവികൾ കൂടിയാണ്. അതിപ്പോൾ പട്ടിയാണെങ്കിലും പൂച്ചയാണെങ്കിലും മറ്റ് വളർത്തുമൃഗങ്ങൾ, പശുവാണെങ്കിലും അങ്ങനെയുള്ള എല്ലാത്തിനെയും അതിൻ്റെ ആവശ്യമായതെല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരു സർക്കാർ നമുക്കുണ്ട് എന്നുള്ളത് അഭിമാനകരം തന്നെയാണ്. ഈ പറയുന്ന കന്നുകാലികൾക്കും പട്ടിക്കും പൂച്ചയ്ക്കുമുള്ള തീറ്റകൾ വരെ ഈ പ്രദേശത്ത് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഉടമസ്ഥർ അതിൻ്റെ ചിലപ്പം മരണപ്പെട്ടിരിക്കാം. അങ്ങനെയുള്ള 100 കണക്കിന് പശുക്കളും പട്ടികളും പൂച്ചകളും എല്ലാം നമ്മൾ രാവിലെ ഞാൻ ലൈവിൽ കാണിച്ചിരുന്നു. അവരെല്ലാം അതിങ്ങൾക്കെല്ലാം തീറ്റ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, ഈ പശുക്കൾക്ക് വേണ്ടിയൊക്കെയുള്ള പ്രത്യേക ഷെൽട്ടർ സർക്കാർ ഇന്നു മുതൽ ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ അലഞ്ഞു തിരിയുന്ന പശുക്കളെ അടക്കം ആ ഷെൽട്ടറുകളിലേക്ക് മാറ്റാനുള്ള നടപടിയും സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നഷ്ടപ്പെട്ട വീടുകൾ മാത്രമല്ല, ഈ തൊഴുത്തുകൾ അടക്കമുള്ള സംവിധാനങ്ങൾ സർക്കാർ ചെയ്തു കൊടുക്കും എന്നുള്ള കാര്യവും ഇവർക്ക് ഉറപ്പ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വാടകയ്ക്ക് ഇപ്പോൾ നിലവിൽ ആദ്യം ടൗൺഷിപ്പ് പണിതു കൊടുക്കും. അത്യാധുനിക രീതിയിലുള്ള എല്ലാ സംവിധാനങ്ങളോടും കൂടിയ പുനരധിവാസം നടപ്പിലാക്കും എന്ന് ഗവൺമെൻറ് പ്രഖ്യാപിച്ചുകൊണ്ട്, പക്ഷേ അതിൻ്റെ പണികളൊക്കെ കൃത്യമായ സ്ഥലം കണ്ടെത്തുന്നതിനും അതുപോലെ തന്നെ അവിടെ അത്തരത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും, സ്കൂളും അംഗനവാടിയും മറ്റ് കളിസ്ഥലവും എല്ലാമുള്ള ഒരു ടൗൺഷിപ്പാണ് സർക്കാർ പ്ലാൻ ചെയ്യുന്നത്. അതിൻ്റെ പണികളൊക്കെ നടക്കുന്നതിന് താമസം വരും. ആദ്യഘട്ടം എന്ന നിലയിൽ വാടകയ്ക്കെടുത്ത് മാറാനാണ് പറഞ്ഞത്. അതിപ്പം ബന്ധുവീടുകളിലേക്ക് മാറിയാൽ പോലും ആ വാടക കൊടുക്കും എന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ട്. സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന 6000 രൂപ വെച്ചുള്ള വാടകയാണ്, അത് കൊടുക്കുമെന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വയം വാടക വീടെടുത്ത് മാറിയാലും കണ്ടെത്താനും എല്ലാം പറയുന്നുണ്ട്. അതുമാത്രമല്ല, ഈ കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ അവരെ സഹായിക്കുന്നതിന് വേണ്ടി ഈ വാടക വീടുകൾ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള തീരുമാനങ്ങൾ എടുത്തിരിക്കുന്ന ഈ സമീപ പ്രദേശങ്ങളിലെ 5 പഞ്ചായത്തുകൾ, മേപ്പാടി അടക്കമുള്ള മറ്റ് ഈ സമീപ പഞ്ചായത്തുകൾ, അതുപോലെ കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിലടക്കം ആ പ്രദേശത്തെ വാർഡ് മെമ്പർമാരുടെയും കൗൺസിലർമാരുടെയും എല്ലാ നേതൃത്വത്തിൽ വാടക വീടുകൾ തിരയുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനവും ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ കൃത്യമായ ഒരു ഇനി അതിജീവനത്തിൻ്റെ കാലഘട്ടമാണ്. ആ അതിജീവന പ്രവർത്തനത്തിലേക്ക് കൃത്യമായി സർക്കാർ സംവിധാനങ്ങൾ നീങ്ങുകയാണ്. ആര്യ. ശരി, ജോസൽ സെബാസ്റ്റ്യനാണ് വിവരങ്ങൾ നൽകിയത്.